സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചാവുകടൽ. ശൗരി മഴയേറ്റ് പൊളഞ്ഞ് ഞെളിവിരി കൊണ്ട് വാകേറി കരയുകയാണ്. കടലിൻ്റെ ഇരമ്പലിനും മീതെ കാറ്റിനൊപ്പം പാഞ്ഞു ആ കരച്ചിൽ. 5 പേരുടെ സംഘത്തിലൊരാൾ ശൗരിയെ വാരിപ്പിടിച്ച് കാറ്റിനും മഴയ്ക്കുമെതിരെ ആഞ്ഞു നിന്നുകൊണ്ട് അലറി, എടാ വള്ളമിറക്കടാ വേഗം. 4 പേർ ആഞ്ഞു പിടിച്ച് വള്ളം മണൽപ്പരപ്പിലൂടെ തള്ളിയിറക്കുന്നുണ്ട്. പക്ഷേ കാറ്റത്ത് ഒരാൾ പൊക്കം ഉയരുന്ന വള്ളത്തിൻ്റെ അണിയം മുകളിലേക്കുയർത്തി ഒടിഞ്ഞു താണ് വള്ളത്തെ പിന്നോട്ട് തള്ളുന്നു. തിര പിൻവാങ്ങുമ്പോൾ വള്ളം വീണ്ടും മണലിൽ ഉറയ്ക്കുന്നു. വല്ലവിധേനയും വീണ്ടും വള്ളം തള്ളി വെള്ളത്തിലിറക്കുമ്പോൾ ഭീമാകാരമായ പായ തെറുക്കും പോലെ തിര അണിയത്ത് വന്നൊടിഞ്ഞ് വീണ്ടും വള്ളത്തെ പിന്നോട്ട് തള്ളുന്നു. ഇത് പലതവണ ആവർത്തിച്ചു. നടക്കൂല മോനെ. വള്ളമിടിച്ച് പിന്നോട്ട് മറിഞ്ഞു വീണ ആൾ വായിൽ കയറിയ ഉപ്പുവെള്ളവും മണലും തുപ്പിയിട്ട് വിളിച്ചു പറഞ്ഞു, കടല് കൊമ്പനാ, കൂടിക്കൂടി വരികയാ. ചരല് വാരി എറിഞ്ഞ പോലുള്ള മഴയത്ത് വെറും മണ്ണിൽ ശൗരിയെ വെച്ചിട്ട് 5-ാമനും ചെന്ന് വള്ളം ആഞ്ഞു തള്ളി. അടുത്ത തിര തെറുത്തു മറിഞ്ഞു വരുന്നത് കണ്ട് അയാൾ പറഞ്ഞു, ഇവിടെ പിടിച്ചോ, പിന്നോട്ട് പോകല്ല്. തെര വലിയുമ്പം ആ കൂടെ തള്ളിവിട്ടോ. എന്നിട്ട് അയാൾ ഓടിച്ചെന്ന് ശൗരിയെ വാരിയെടുത്തു. കണ്ണിലും മുഖത്തും മഴവെള്ളം വീണ് ശൗരി അലറിക്കറിയുന്നുണ്ടായിരുന്നു. തിര വന്നൊടിഞ്ഞ് പിൻവലിയുന്ന തക്കം നോക്കി 4 പേരും വള്ളം ആഞ്ഞു തള്ളിയിറക്കി. ഒപ്പം വള്ളത്തിൽ അള്ളിപ്പിടിച്ച് ചാടിക്കയറുകയും ചെയ്തു. 5-ാമൻ ഓടിക്കൊണ്ട് ശൗരിയെ നീട്ടിപ്പിടിച്ചു കൊടുത്തു. വള്ളത്തിലുള്ള ഒരാൾ ശൗരിയെ വാങ്ങി. 5-ാമനും വള്ളത്തിൽ പിടിച്ചു കയറി. ഇഞ്ചൻ ഷാട്ട് ചെയ്യടാ, ഒരുത്തൻ അലറി. ഒരു വൻതിര പാതാള സർപ്പം 1000 ഫണം വിടർത്തി ചീറിക്കൊണ്ട് വരും പോലെ തലയെടുത്ത് പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഇഞ്ചൻ ഷാർട്ടാകുന്നില്ല. ഒരുവൻ ചീറിക്കൊണ്ട് അതിൻ്റെ സ്റ്റാർട്ടർ ചരടിൽ തുരുതിരെ ആഞ്ഞു വലിച്ചു. തിര ഇങ്ങെത്തിക്കഴിഞ്ഞു. അത് വള്ളത്തിൻ്റെ അണിയത്തെ കുത്തനെ ആകാശത്തേക്ക് ഉയർത്തി. ഒന്നുകിൽ വള്ളം ഒടിയും, അല്ലെങ്കിൽ മറിയും. ഇതായിരുന്നു ആ ഒരു നിമിഷാർത്ഥത്തിലെ അവസ്ഥ. വള്ളപ്പടിയിൽ 4 പേരും അള്ളിപ്പിടിച്ചു. തിരയടിച്ച ഊക്കിൽ വള്ളം മറിഞ്ഞു. ശൗരിയെ വാരി പിടിച്ചിരുന്ന 5-ാമൻ ഒരിടത്തും പിടികിട്ടാതെ കടലിലേക്ക് തെറിച്ചു വീണു. അവൻ്റെ തലയിൽ വള്ളപ്പടി വന്നിടിച്ചു ബോധം പോയി. അവൻ്റെ കയ്യിലിരുന്ന കുഞ്ഞിൻ്റെ കരച്ചിലിനെ കടൽ വിഴുങ്ങി. തീരപ്പരപ്പിലൂടെ കുതിരപ്പാഞ്ഞു വന്നുകൊണ്ടിരുന്ന എമിലി അകലെ വെച്ചേ കണ്ടു. ഒരു വള്ളം കടലിലേക്ക് തള്ളിയിറക്കുന്നു. തിരമാല തെറുത്തു മറിഞ്ഞ് ഒന്നിനു പിറകെ ഒന്നായി ആർത്തലച്ച് വരുന്നു. പിന്നെ അലയലയായി വന്ന കാറ്റത്തും പേമാരിയിലും അവളുടെ കാഴ്ച അവ്യക്തമായി. ഇരുട്ടിൽ തിരയുടെ നുരകളല്ലാതെ ഒന്നും കാണാനില്ലായിരുന്നു. ഒരു ഇടിമിന്നലിൽ പിൻവാങ്ങുന്ന തിര മറിഞ്ഞ ഒരു വള്ളത്തെ ചുഴറ്റിയെടുത്ത് അടുത്ത തിരയിലേക്ക് വെച്ചു കൊടുക്കുന്നതും 4-5 മനുഷ്യർ കടൽ പിശാചുക്കളെ പോലെ നീന്തി കരപറ്റുന്നതും കണ്ടു. തൻ്റെ കുഞ്ഞിവിടെ. എമിലി അലകടലിലേക്ക് നോക്കി അലമുറയിട്ടു. അടിച്ചു കയറി വന്ന തിരയെ വകവയ്ക്കാതെ അവൾ കടലിലേക്കിറങ്ങി. മുട്ടപ്പോ ഉയർന്ന തിര അവളുടെ പാദത്തിനടിയിലെ മണലൂറ്റിക്കൊണ്ട് ഇറങ്ങിപ്പോയി. അടുത്ത തിരമാല അവളെ അടിച്ചു വീഴ്ത്തി കരയിലേക്ക് അല്പം കൂടി കയറിപ്പോയി. കണ്ണിലും മൂക്കിലും വായിലും ഉപ്പുവെള്ളം കയറി വിക്കി ചുമച്ച് എമിലി എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്കും തിരിച്ചു വന്ന തിര അവളെ കടലിലേക്ക് വലിച്ചിഴയ്ക്കാൻ ഒരു ശ്രമം നടത്തി. പാദങ്ങൾ മണലിൽ കുഴിച്ചൂന്നി അവൾ പിടിച്ചു നിന്നു. പിൻവാങ്ങിപ്പോയിക്കൊണ്ടിരുന്ന തിരയിൽപ്പെട്ട് കറങ്ങി ഒരു ഖരവസ്തു അവളുടെ കാൽമുട്ടുകളിൽ വന്ന് തടഞ്ഞു. എമിലി ഞെട്ടി കുനിഞ്ഞു നോക്കി. അത് ശൗരിയായിരുന്നു. എമിലി കുഞ്ഞിനെ വാരിയെടുത്ത് കരയിലേക്ക് ഓടി. മണൽപ്പരപ്പിൽ എത്തിയ ശേഷം അവൾ ശൗരിയെ കുലുക്കി വിളിച്ചു, മോനെ, ശൗരിക്കുട്ടി, മോനെ. അനക്കമില്ല. എമിലി അവനെ 2 കൈയിലും തൂക്കിപ്പിടിച്ച് വായുവിൽ കുടഞ്ഞു. എന്നിട്ടും ഒരു ചലനവും ഉണ്ടായില്ല. എമിലി മണൽപ്പരപ്പിൽ ഒരു കാൽമുട്ട് ഊന്നി. മെറ്റേ കാൽമുട്ട് മടക്കി മുട്ടിനു മീതെ കൊച്ചു ശൗരിയെ കമഴ്ത്തി കിടത്തി. പുറം അമർത്തി തടവി കൊടുത്തു. ശൗരിക്കുട്ടി വായിലൂടെയും മൂക്കിലൂടെയും കടൽ വെള്ളം ഛർദ്ദിച്ചു. പിന്നെ ഒന്ന് ഞരങ്ങി. കൈകാലുകൾ നീട്ടി വലിച്ചു. കരഞ്ഞു. പെട്ടെന്ന് കരച്ചിൽ നിർത്തി. കൺമിഴിച്ചു. ലോകത്തെ നോക്കി. അമ്മയുടെ കയ്യിലാണ് താൻ എന്ന് കണ്ട് ഒരു നിമിഷം സമാധാനിച്ചു. പിന്നെ ഏങ്ങലടിച്ചു. കരഞ്ഞു തുടങ്ങി. അവൻ്റെ കണ്ണ് നീറുന്നുണ്ടായിരുന്നു. മഴയുടെ നനവും കടൽക്കാറ്റിൻ്റെ തണുപ്പുമേറ്റ് അവൻ്റെ ഉടൽ വിറച്ചു. കടൽക്കരയിലേക്ക് കുറേ ടോർച്ചുകൾ മിന്നാമിന്നികളെ പോലെ ഇരുട്ടത്ത് നീന്തി വരുന്നുണ്ടായിരുന്നു. കുട ചൂടിയ കുറേ മനുഷ്യർ. കുട ചൂടാതെ നനഞ്ഞ കുഞ്ഞന്ന. മിന്നാമിന്നികൾ എമിലിയെ സമീപിച്ചു. കൊച്ചിനെ കിട്ടിയാ? യോഹന്നാൻ കാറ്റിനെയും മഴയെയും തോൽപ്പിക്കുന്ന ഒച്ചയിൽ ചോദിച്ചു. ടോർച്ചിൻ്റെ പ്രകാശത്തിൽ
നനഞ്ഞു കുതിർന്ന ശൗരി മഴവെള്ളം ഒലിക്കുന്ന എമിലിയുടെ തോളത്ത് പറ്റിച്ചേർന്നിരിക്കുന്നത് അവർ കണ്ടു. എങ്ങനെ കിട്ടിയടി? കുഞ്ഞന് ഓടി വന്ന് ചോദിച്ചു. അവർ വള്ളത്തിൽ കയറ്റി കൊണ്ടുപോയതാ. വള്ളം മറിഞ്ഞ് ഞാൻ കടലിലാട്ട് ഓടിക്കൊണ്ടു ചെന്നപ്പോൾ എൻ്റെ കൊച്ചിനെ തിര കൊണ്ടുവന്ന് എൻ്റെ കാൽച്ചോട്ടിലോട്ട് വെച്ച് തന്ന്. എമിലി പറഞ്ഞത് കേട്ട് കുഞ്ഞൻ്റെ മൂക്കത്ത് വിരൽ വെച്ചു. ഈ കടലെന്ന് വെച്ചാ സത്യമുള്ള കടലാണേ, ബർണാഡ് അതിശയത്തോടെ പറഞ്ഞു. തുങ്കപുണ്യാളച്ചൻ ആരാ മോൻ? അത് അപ്പായിയുടെ കമൻ്റായിരുന്നു. മാതാവ് കാത്തെന്ന് പറഞ്ഞാൽ മതിയല്ലേ. റാഫേലപ്പൻ അതിനൊരു അടിവരയിട്ടു. അവന്മാരെവിടെ? ആരാ അവര്? എവിടെന്ന് വന്നു? കുടചൂടി വന്ന ആളുകൾ അന്യൂനം തിരക്കി. ദാ കടലിൽ നിന്ന് വള്ളം പിടിച്ചു കയറ്റാൻ നോക്കുന്നു. എമിലി കടലിലേക്ക് കൈ ചൂണ്ടി. ആളുകൾ കണ്ടു. വള്ളം ഒരു മാറ് കടലിലാണ്. അത് പിടിച്ചു കയറ്റാൻ വേണ്ടി തിരയോടെ എതിർത്ത് നീന്തി ചെല്ലുന്നവർ. ആരെ എന്തെന്നൊന്നും നോക്കണ്ട, വള്ളത്തീന്ന് തുഴയും വടിയും പെറുക്കിക്കൊണ്ട് വരീനടാ. ഇരുട്ടുവാക്കിന് നമുക്ക് 4 പിട കൊടുക്കാം. കരയ്ക്ക് കയറ്റി വെച്ചിരിക്കുന്ന വള്ളങ്ങളിൽ നിന്ന് ആളുകൾ കയ്യിൽ കിട്ടിയ തടിക്കഷ്ണങ്ങളൊക്കെ എടുത്തു. വള്ളം പിടിച്ചു കയറ്റാൻ പോയ സംഘം ഒരുവിധം വള്ളത്തിൻ്റെ കയർ പിടിച്ചെടുത്ത് ചുറ്റി കരയിലേക്ക് വലിക്കാൻ തുടങ്ങി. കമിഴ്ന്നു കിടക്കുന്ന വള്ളത്തിൽ നിന്ന് എഞ്ചിനും മറ്റ് സാമഗ്രികളും കടലിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. വള്ളം വലിച്ച് കരയോടടുപ്പിച്ചപ്പോഴാണ് അവർ കണ്ടത് കരയിൽ വളഞ്ഞു നിൽക്കുന്ന ആളുകൾ. ഇങ്ങോട്ടടുപ്പിക്കടാ വള്ളം, യോഹന്നാൻ വിളിച്ചു പറഞ്ഞു. ഐവർ സംഘം അപകടം മണത്ത് സംശയത്തോടെ നിന്നു. അവന്മാർക്ക് കാര്യം മനസ്സിലായി, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ചെല്ലിക്കടപ്പുറം നിവാസികളുടെ സംഘം കടലിലേക്ക് ഇറങ്ങിച്ചെന്നു. വള്ളം പിടിച്ചു കയറ്റാൻ സഹായിക്കണോ? ബർണാഡ് വിളിച്ചു ചോദിച്ചു. വള്ളക്കാർ വേണമെന്നോ വേണ്ടെന്നോ പറഞ്ഞില്ല. ഒരു വൻതിര വന്ന് പിൻവാങ്ങിയപ്പോൾ വള്ളവും ആൾക്കാരും പെട്ടെന്ന് കരയിലെടുത്തു വെച്ചതുപോലെയായി. വരീനടാ. റോബർട്ട് തുഴയുമായി മുൻപേ പാഞ്ഞു. അടുത്ത തിര എത്തുമ്പോഴേക്കും അടി തുടങ്ങി. തുഴകളും തടിക്കഷ്ണങ്ങളും കൊണ്ട് ചെല്ലിക്കടപ്പുറം നിവാസികൾ അവരെ പൊതിഞ്ഞാക്രമിച്ചു. തിരയടിച്ച് എല്ലാവരും അരയ്ക്കൊപ്പം വെള്ളത്തിലായി. കടലിൽ ഒളിച്ചു പോകുന്ന വള്ളം പിടിച്ചു കയറ്റാനുള്ള കഠിന പ്രയത്നത്താൽ വള്ളക്കാരുടെ സംഘം ക്ഷീണിതരായിരുന്നു. തുഴകളോടും തടിക്കഷ്ണങ്ങളോടും വെറും കൈയോടെ പോരാടി തളർന്ന് അവർ 4 പാടും ചിതറിയോടി. വള്ളം വീണ്ടും കടലിലേക്ക് ഊർന്നുപോയി. ചെല്ലിക്കടപ്പുറത്തുകാർക്ക് 2 പേരെ പിടുത്തം കിട്ടി. അവരെ ഇടിച്ചു വീഴ്ത്തി വലിച്ചിഴച്ച് മണൽപ്പരപ്പിലേക്ക് കൊണ്ടുവന്ന ശേഷം ചോദ്യം ചെയ്തു. തങ്ങൾ തോട്ടപ്പള്ളിയിൽ നിന്ന് വന്ന വള്ളക്കാരാണെന്നും എമിലിയുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി കടലിൽ കല്ലുകെട്ടി താഴ്ത്തുകയായിരുന്നു ഉദ്ദേശമെന്നും ഏറെ തല്ലുകൊണ്ട ശേഷം അവർ ഏറ്റുപറഞ്ഞു. തോട്ടപ്പള്ളിക്കാർക്ക് എന്താടാ എമിലിയുടെ കൊച്ചുമായിട്ട് ബന്ധം? ചുട്ട അടി കിട്ടിയപ്പോൾ അതും അവർ സമ്മതിച്ചു. സൈമൺ തരകൻ മുതലാളി ആവശ്യപ്പെട്ടിട്ട് ചെയ്തതാണ്. നാളെ പുലരുമ്പോൾ ആ കുഞ്ഞ് ചെല്ലിക്കടപ്പുറത്ത് കാണരുതെന്നായിരുന്നു മുതലാളിയുടെ കൽപ്പന. 10,000 രൂപയാണ് അതിന് കിട്ടുന്ന പ്രതിഫലം. സൈമൺ തരകൻ്റെ പേര് കേട്ടതും ചെല്ലിക്കടപ്പുറം നിവാസികൾ നിശബ്ദരായി. കൂടുതൽ ചോദ്യങ്ങളില്ലാതെ, കൂടുതൽ ഉത്തരങ്ങൾ തേടാതെ അവർ അവരവരുടെ കുടിയിടങ്ങളിലേക്ക് തിരിച്ചു നടന്നു. അക്കൂട്ടത്തിൽ തന്നെ കുഞ്ഞെന്നെയും എമിലിയും തിരികെ പോയി. നനഞ്ഞൊലിച്ചു വന്ന അവരെ കാത്ത് വിൻസി തിണ്ണവാതിക്കൽ നിൽപ്പുണ്ടായിരുന്നു. എമിലിയുടെ തോളത്ത് കിടന്ന് ചിണുങ്ങുന്ന ശൗരിയെ കണ്ടപ്പോൾ വിൻസിയുടെ മുഖം കനത്തു. എവിടുന്ന് കിട്ടിയതിനെ? വിൻസി കുഞ്ഞനയോട് ചോദിച്ചു. ഒന്നും പറയണ്ട, ഇതിനെ വളർത്താൻ കുറേ പാടുപെടും. കുഞ്ഞന അകത്തേക്ക് കടന്നു. പുറകെ വിൻസിയും പോയി. എമിലി താൻ വന്ന വഴിത്താരയിലെ ഇരുട്ടിലേക്ക് ഭീതിയോടെ നോക്കി. ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ? അവൾ അകത്ത് കയറി കുഞ്ഞിനെ തോർത്തുകൊണ്ട് തുടച്ചു. അവളും ഉടയാടുകൾ മാറി ധരിച്ചു. തോർത്തി. ശൗരിയെ കൂടെ കിടത്തി. 2 കൈകൊണ്ടും പൊതിഞ്ഞു പിടിക്കുന്നതുവരെ തണുപ്പും വിറയലും കൊണ്ട് അവളുടെ പല്ലുകൾ കിടുകിടുക്കുന്നുണ്ടായിരുന്നു. അപ്പുറത്തെ മുറിയിലെ കട്ടിലിൽ നിന്ന് വിൻസി കുഞ്ഞനയോട് ചോദിക്കുന്നത് അവൾ കേട്ടു. അവരങ്ങ് കൊണ്ടുപോയാൽ മതിയായിരുന്നു, ശല്യം ഒഴിഞ്ഞേനെ. എന്തിനാ പുറകെ ചെന്ന് പിടിച്ചോണ്ട് വന്നേ? എന്ത് കിട്ടാനാ? അവളുടെ മോനല്ലേടി. ആരുടെ മോൻ? സൈമൺ തരകൻ്റെ ജാരസന്തതി. അതിനെ ആർക്കു വേണം? പതുക്കെ പറ, അവൾ കേൾക്കണ്ട. കുഞ്ഞെന്നെ പിറുപിറുത്തു. എമിലി ശൗരിയെ മൂടി പുതപ്പിച്ചു. ആ പുതപ്പുകൊണ്ട് അവളുടെ ചെവിയും കൂടി മൂടി. ആരും എന്തു പറഞ്ഞുകൊള്ളട്ടെ, തൻ്റെ മകൻ്റെ ജീവൻ രക്ഷപ്പെട്ട് കിട്ടിയല്ലോ. അതിൽ കൂടുതൽ വേറെന്ത് സമാധാനം? അവൾ ദീർഘമായി നിശ്വസിച്ചു. എമിലിയുടെ കുട്ടിയെ കൊല്ലാൻ സൈമൺ തരകൻ തോട്ടപ്പള്ളിയിൽ നിന്ന് വാടക ഗുണ്ടകളെ ഏർപ്പാടാക്കിയിരുന്നുവെന്നും രാത്രി അവരെത്തെ വീട്ടിൽ അതിക്രമിച്ചു കയറി ശൗര്യക്കുട്ടിയെ ബലമായി എടുത്തുകൊണ്ടുപോയെന്നും കടലമ്മ അവർക്കെതിരെ ആഞ്ഞടിച്ച് ആ ഉദ്യമം പരാജയപ്പെടുത്തിയെന്നും അറിയാത്തവരായി പിറ്റേന്ന് ചെല്ലിക്കടപ്പുറത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ചെല്ലിക്കടപ്പുറത്ത് 2 പട്ടികൾ തമ്മിൽ കുരച്ചാൽ
അതിനർത്ഥം ഇതായിരുന്നു. അറിഞ്ഞോടാ ഇന്നലത്തെ സംഭവം? ഇന്നലെ കടലിൽ പോയി രാവിലെ മീനുമായി വന്ന വള്ളങ്ങളുടെ അണിയത്ത് പറന്നു ചെന്നിരുന്ന കാക്കകളും അത് തന്നെ പറഞ്ഞു. നിങ്ങളാരും അറിഞ്ഞില്ലല്ലോ? ഇന്നലെ രാത്രി ഈ കടപ്പുറത്ത് എന്തായിരുന്നു പുകില്? ചെത്തിക്കടപ്പുറത്തുകാരും അന്തേരിയിലും മാരാരി കടപ്പുറത്തും കാട്ടൂരും ആർത്തുങ്കൽ കടപ്പുറത്തും പൊടിപ്പും തൊങ്ങലും വെച്ച് വാർത്തയെത്തി. അങ്ങനെ ആലപ്പുഴ ദേശത്തെ തീരനിവാസികൾ മുഴുവൻ അറിഞ്ഞു. കാരക്കാട്ട് സൈമൺ തരകന് തൈമാപ്പറമ്പിൽ ആഞ്ചലോസിൻ്റെ കെട്ടിയോൾ എമിലിയിൽ ഒരു മകൻ പിഴച്ചുണ്ടായി. അതിൻ്റെ പേര് ശൗരി എന്നാണ്. അവൻ വളരുന്നത് അപമാനമാണെന്ന് കണ്ട് സൈമൺ തരകൻ തോട്ടപ്പള്ളിയിൽ നിന്ന് ഒരു വള്ളവും അത് നിറച്ച് വാടക ഗുണ്ടകളെയും അയച്ചു. അവർ നട്ടപ്പാതിരയ്ക്ക് ആഞ്ചലോസിൻ്റെ വീട് ആക്രമിച്ച് ശൗരിയെ എടുത്ത് കടലിൽ കെട്ടി താഴ്ത്താൻ കൊണ്ടുപോയി. അപ്പോൾ ഭയങ്കരമായൊരു കാറ്റും മഴയും വന്നു. കടലമ്മ കോപിച്ചു. തോട്ടപ്പള്ളിക്കാരുടെ വള്ളം മുക്കി. ശൗരിയെ വലിയൊരു തിര അതിൻ്റെ മടിയിൽ എടുത്തുകൊണ്ടുവന്ന് എമിലിയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. കടല് സത്യമുള്ളതാണ്. ആ ശൗരി സത്യമുള്ള കുഞ്ഞാണ്. ചെല്ലിക്കടപ്പുറം സത്യമുള്ള കടപ്പുറമാണ്. വാർത്ത കാരക്കാട്ട് ബംഗ്ലാവിലും എത്തിയിട്ടുണ്ടായിരുന്നു. സൈമൺ തരകൻ നാണക്കേട് കാരണം ബംഗ്ലാവിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. ഞായറാഴ്ച പള്ളിയിലും പോയില്ല. സൈമൺ തരകൻ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ ഡൈനിങ് ടേബിളിൽ ചെന്നിരുന്നപ്പോൾ എൽസമ്മ ഒട്ടുനേരം അയാളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. അവളുടെ മടിയിൽ ശൗരിയുടെ പ്രായമുള്ള ഒരു കുട്ടി ഇരിപ്പുണ്ടായിരുന്നു. എന്താടി തുറച്ചു നോക്കണ്? എങ്ങനെ തോന്നണ് ഇത്രയും വലിയ ക്രൂരത കാണിക്കാൻ? എൽസമ്മ ചോദിച്ചു. ഞാൻ എന്നാ കാണിച്ചെന്ന്? അതിനെ കൊല്ലാൻ നിങ്ങൾക്ക് മനസ്സ് വരുമോ? സൈമൺ തരകനൊന്ന് നടുങ്ങി. എൽസമ്മയുടെ മടിയിലിരുന്ന ആ കുഞ്ഞ് അയാളെ നോക്കി മോണ കാട്ടി ചിരിച്ചു. ഇവനെ പോലെ അത് നിങ്ങളുടെ മോനല്ലയോ? ആ കുഞ്ഞും ഈ കുഞ്ഞും തമ്മിൽ നിങ്ങൾക്ക് എന്താ വ്യത്യാസം? ഒരേ ആശുപത്രിയിൽ ഒരേ ലേബർ റൂമിൽ തലേന്നും പിറ്റേന്നുമായി ജനിച്ച കുഞ്ഞുങ്ങളല്ലേ? എങ്ങനെ തോന്നി വാടക കൊലയാളികളെ അയച്ച് ആ കുഞ്ഞിനെ കൊല്ലിക്കാൻ? ഞാൻ ആരെ അയച്ചില്ല, കൊല്ലാനും പറഞ്ഞില്ല. സൈമൺ തരകൻ എൽസമ്മയുടെ മുഖത്ത് നോക്കാതെ പിറുപിറുത്തു. പിന്നെ ഈ കടപ്പുറത്തെ ആളുകൾ മുഴുവൻ പാട്ടും പാടി നടക്കണതോ? ആ, എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾ കണ്ണടച്ച നിങ്ങൾക്ക് മാത്രം ഇരുട്ട്. ഈ ലോകത്ത് ഇരുട്ടാവത്തില്ല. അപ്പോഴും എൽസമ്മയുടെ മടിയിലിരുന്ന് കുഞ്ഞ് അയാളെ നോക്കി ചിരിച്ചു. അവൻ്റെയും മാമോദീസ സൈമൺ തരകൻ കൊട്ടിഘോഷിച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ഡാൻഡസ് എന്നാണ് അവനെ പള്ളിയിൽ നാമകരണം ചെയ്തത്. നിങ്ങൾ എന്തൊക്കെ ഒളിച്ചും മറച്ചും ചെയ്താലും എല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഒരാൾ ഇരിപ്പുണ്ട്. അവന് ഇരുട്ടും വെളിച്ചവും ഇല്ലെങ്കിലും കാണാം. അവന് രാത്രിയും പകലും കാണാം. അവൻ്റെ കണ്ണ് കെട്ടാൻ പറ്റുമോ നിങ്ങൾക്ക്? സൈമൺ തരകൻ ദേഷ്യമൂത്ത് ഇരുന്ന് ഞെരിപിരി കൊണ്ടു. വള്ളത്തിൽ ആളെ വിട്ടിട്ട് എന്തായി? ഇത്തിരി പോന്ന കുഞ്ഞിനെ കൊല്ലാൻ പറ്റിയോ? ഇല്ലല്ലോ. വള്ളവും മുങ്ങി, ഇഞ്ചനും പോയി. പോയ ആൾക്കാർ കടപ്പുറംകാരുടെ തല്ലും കൊണ്ടു. കാരക്കാട്ടുകാർ ഇനി തലയും മുണ്ടിട്ടുകൊണ്ട് നടക്കാറായല്ലോ. പോടി പൊല ഡാഷ് മോളെ. ചാടി എഴുന്നേറ്റ് സൈമൺ തരകൻ അലറി. എന്നിട്ട് ചവിട്ടി തുള്ളി എണീറ്റ് പോയി. എൽസമ്മയുടെ മടിയിലിരുന്ന കുഞ്ഞ് ഡാൻഡസ് മുഖം തിരിച്ച് അവളെ നോക്കി. എന്താണമ്മേ എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം? എൽസമ്മ അവൻ്റെ നെറുകയിൽ ഉമ്മ വെച്ചിട്ട് മന്ത്രിച്ചു. ഒന്നുമില്ലട ചക്കരെ, നിന്റെ അപ്പന് ദേഷ്യം. അവളുടെ സാന്ത്വന ശബ്ദം കേട്ടപ്പോൾ കുഞ്ഞു ഡാൻഡസിന് സമാധാനമായി. എമിലിയോട് അയൽക്കാരിൽ പലരും ചോദിച്ചു. പോലീസിൽ പരാതി കൊടുത്തില്ലേ? ഇല്ല, എമിലി പറഞ്ഞു. അതെന്നാ കൊടുക്കാത്തത്? അയാൾ ഇനി നിന്റെ കൊച്ചിനെ കൊല്ലും. കൊലകാരന്മാരെ വിടും. പോലീസിൽ പരാതി കൊടുക്കണതാ നല്ലത്. വേണ്ട, എൻ്റെ കുഞ്ഞിനെ ദൈവം കാത്തോളും. സൈമൺ തരകനെതിരെ എമിലി പരാതി കൊടുക്കുന്നു എന്നറിഞ്ഞാൽ അതും ഒരു പൊതുവാർത്തയായി പറഞ്ഞു നടക്കാമല്ലോ എന്ന് മാത്രമേ അയൽക്കാർ ആഗ്രഹിച്ചുള്ളൂ. കുഞ്ഞിനെയോട് പരിചയക്കാരെല്ലാവരും പറഞ്ഞു. എമിലി പോലീസിൽ പരാതി കൊടുക്കണില്ലേ? നിങ്ങളുടെ വീട് കയറി ആക്രമണം കാട്ടിയതല്ലേ? ശൗര്യക്കുട്ടിയെ കൊല്ലാനും എടുത്തുകൊണ്ട് പോയതല്ലേ? പോലീസ് വന്ന് അന്വേഷിക്കട്ടെ. സൈമൺ തരകനെതിരെ ഒരു ചെറുവിരലെങ്കിലും അനങ്ങുന്നത് കാണാൻ താല്പര്യപ്പെട്ടവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. എല്ലാവരും പറയുന്നല്ലോടി പോലീസിൽ പരാതി കൊടുക്കാൻ. നീ എന്ത് തീരുമാനിച്ചു? വേണ്ട, സൈമൺ മുതലാളിയുടെ വീട് തന്നെ പോലീസ് സ്റ്റേഷൻ. സൈമൺ മുതലാളി തന്നെ പോലീസ്. അവിടുന്ന് നീതി കിട്ടുക ഇല്ലെന്ന് കുഞ്ഞൻ്റമ്മയ്ക്കും അറിയായികയില്ല. എമിലി ശൗര്യയും എടുത്ത് പള്ളിയിലേക്ക് പോയി വികാരി അച്ഛനെ കണ്ട് സങ്കടം പറഞ്ഞു. സൈമൺ മുതലാളിയുടെ കുഞ്ഞാ ഇത്. ഇതിൻ്റെ അപ്പൻ ഇതിനെ വളർത്തണ്ട, പക്ഷെങ്കിൽ ജീവിക്കാൻ സമ്മതിക്കില്ലെങ്കിലോ? അച്ഛൻ അവളെ ആശ്വസിപ്പിച്ചു. സാരമില്ല, ഇനി അങ്ങനെ ഉണ്ടാവില്ല. സൈമൺ തരകനോട് ഞാൻ സംസാരിച്ചോളാം. പള്ളിയിലേക്ക് വിളിച്ചാൽ സൈമൺ തരകൻ വന്നില്ലെങ്കിൽ അത് തനിക്ക് ക്ഷീണമാകുമല്ലോ എന്ന് വിചാരിച്ച് അച്ഛൻ സൈമൺ തരകൻ്റെ വീട്ടിലേക്ക് ചെന്നു.
വികാരിയച്ഛൻ വീട് സന്ദർശനത്തിയത് സൈമൺ തരകന് വലിയ ആശ്ചര്യവും സന്തോഷവുമേകി. അച്ഛൻ സൈമൺ തരകനും ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥന ചൊല്ലി. കുഞ്ഞു ഡാൻഡസിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പോരാൻ നേരം സൈമൺ തരകനോട് അച്ഛൻ പറഞ്ഞു, എമിലി എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവൾ പോലീസിൽ പരാതി കൊടുത്തില്ല. കാരണം നീ പോലീസുകാരെ സ്വാധീനിക്കുമെന്നും പോലീസ് നിന്റെ ഭാഗത്തേ നിൽക്കൂ എന്നും അവൾക്കറിയാം. സൈമൺ തരകൻ കണ്ണു ചിമ്മി. അച്ഛൻ പള്ളിയിലക്കാരെ നോക്കിയാൽ മതി, എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്ന വാചകം അയാളുടെ നാവിലേക്ക് വരും മുമ്പേ അച്ഛൻ വീണ്ടും പറഞ്ഞു, പക്ഷേ നിന്റെ പോലീസുകാരേക്കാൾ വലിയ പോലീസുകാരൻ മുകളിലിരിക്കുന്നു. നിന്റെ മനസ്സിലും നിന്റെ വാക്കിലും നിന്റെ പ്രവൃത്തിയിലുമുള്ള സകല കുറ്റങ്ങളും അവൻ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അവൻ്റെ കയ്യിലുള്ള ഒരു തെളിവ് പോലും എത്ര പണം കൊടുത്താലും നിനക്ക് മായ്ക്കാൻ പറ്റില്ല സൈമൺ. അവനേക്കാൾ വലിയ പോലീസുകാരനും വക്കീലും ന്യായാധിപനും ഈ പ്രപഞ്ചത്തിലില്ല. എൽസമ്മ അത് സമ്മതിച്ച് തലയാട്ടി. സൈമൺ, നീ ഒരു കുഞ്ഞിന് വധശിക്ഷ വിധിക്കുമ്പോൾ ദൈവം നിന്നെ വിധിക്കാൻ 10 കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചു കഴിഞ്ഞിരിക്കും. അച്ഛൻ പിന്നെ ഒരു നിമിഷം പോലും നിൽക്കാതെ കാരക്കാട്ട് ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങി നടന്നു. കൊച്ചു ശൗരി മുട്ടുകാലിൽ ഇഴഞ്ഞു തുടങ്ങി. ആദ്യം പതിയെ പതിയെയുള്ള ഇഴച്ചിലായിരുന്നു. അവൻ്റെ കാൽമുട്ടുകൾ തറയിൽ ഉരഞ്ഞ് തഴമ്പിച്ചു. അവൻ്റെ വേഗത വർദ്ധിച്ചു. ഡെന്നിച്ചൻ ഓടുന്നത്ര സ്പീഡിൽ അവൻ മുട്ടുകാലടിപ്പിച്ച് കൈ കുത്തിപ്പായും. ജാനറ്റിനോടും ഡെന്നിച്ചനോടുമാണ് അവൻ്റെ കളി. അവരോടാണ് അവൻ്റെ നാവു തിരിയാത്ത വർത്തമാനങ്ങൾ. വിൻസിയുടെ അടുത്ത് അവൻ പോകാറേയില്ല. വിൻസി അവനെ കണ്ണുരുട്ടി കാണിക്കും. മൂന്ത കൂർപ്പിച്ച് കൈവിരലുകൾ വിടർത്തി അവനെ മാന്താനടുക്കുന്ന ആംഗ്യം കാട്ടി പേടിപ്പിക്കും. ഭോ ഭോ എന്ന് ശബ്ദമില്ലാതെ ആട്ടും. കൈ ചുരുട്ടി ആംഗ്യം കാട്ടി ഇടിക്കുമെന്ന് ഭയപ്പെടുത്തും. ആദ്യമൊക്കെ ശൗര്യയ്ക്ക് അത് കാണുമ്പോൾ ചിരിയായിരുന്നു. അവൾ അവനെ രസിപ്പിക്കാൻ വേണ്ടി ഗോഷ്ഠികൾ കാണിക്കുന്നു എന്നാവാം അവൻ വിചാരിച്ചിരുന്നത്. ഒരു ദിവസം അവൾ ആരും കാണാതെ അവൻ്റെ തലയ്ക്ക് ഒരടി വെച്ചു കൊടുത്തു. ശൗരി ഞെട്ടിക്കരഞ്ഞു. എമിലി വീട്ടിലില്ലായിരുന്നു. കടപ്പുറത്തെ ടീ സ്റ്റാൾ അവളും കുഞ്ഞന്നയും കൂടിയാണ് നടത്തുന്നത്. ആരെങ്കിലും ഒരാൾ എപ്പോഴും ടീ സ്റ്റാളിൽ നിൽക്കും. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് വന്ന് വിൻസിയോട് ചോദിച്ചു, എന്തിനാ കൊച്ചു കരഞ്ഞത്? ആ, എനിക്കെങ്ങനെ അറിയാം? വിൻസി കൈമലർത്തി. ചുമ്മാതെ അവൻ കരയത്തില്ലല്ലോ. ഉറുമ്പ് വല്ലതും കടിച്ചു കാണും. തലയിൽ കൈവച്ചാണല്ലോ കരയുന്നത്. അമ്മ ചോദിക്കുക എന്താണെന്ന്. എന്താണ് ശൗരി കൊച്ചേ, നീ എന്തിനാ തൊള്ള കീറണത്? കുഞ്ഞന്ന ചോദിച്ചു. ശൗരിക്കറിയില്ല എന്തു പറയണമെന്ന്. അവൻ്റെ ഭാഷാ നിഘണ്ടുവിൽ വാക്കുകൾ ഇതൾ വിടർന്നിട്ടില്ല. അവന് കരയാൻ മാത്രമേ അറിയൂ. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീർ ഒഴുകി. കുഞ്ഞന്ന പോയി കഴിഞ്ഞപ്പോൾ വിൻസി വീണ്ടും അവനെ കണ്ണുരുട്ടി കാണിച്ചു. അവൻ മുട്ടുകാലിൽ നീന്തി മുറിയുടെ കോണിൽ ചെന്ന് തല താഴ്ത്തിയിരുന്നു. അവൻ എല്ലാവരോടും പിണങ്ങിക്കഴിഞ്ഞു. ഷൂ 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 വിൻസി ശബ്ദം പുറപ്പെടുവിച്ചു. അവൻ അവളെ കൺകോണുകൾ കൊണ്ട് നോക്കി. എന്നിട്ട് കെറിവിച്ച് തല താഴ്ത്തിയിരുന്നു. അവന് വിൻസിയുടെ കൂട്ടിനി വേണ്ട. അവൻ ഇനി ഒരിക്കലും അവളോട് ഇഷ്ടം കൂടുകയില്ല. പിശാശേ, വിൻസി അവനെ വിളിച്ചു. ആദ്യമൊന്നും നോക്കാതെ ബലം പിടിച്ചിരുന്നെങ്കിലും വിൻസി വീണ്ടും വീണ്ടും വിളിച്ചപ്പോൾ അവൻ തല തിരിച്ചു നോക്കി. അപ്പോൾ അവൾ ചിരിക്കുന്നു. തന്നോട് അവൾക്ക് ദേഷ്യമില്ലേ? പിണക്കം മാറിയോ? ഇഷ്ടം കൂടിയോ? അവന് സംശയമായി. അവൾ വീണ്ടും ചിരിക്കുന്നു. ഉടൻ അവനും ചിരി വന്നു. എന്നാൽ കൂട്ടുകൂടിയേക്കാമെന്നായി. വാ പിശാചേ, വിൻസി കൈ കാട്ടി വിളിച്ചപ്പോൾ അവൻ മുട്ടുകാലുകളിൽ നീന്തി അവളുടെ കാൽ ചുവട്ടിൽ ചെന്നു. വിൻസി അവൻ്റെ മുന്നിലേക്ക് കുനിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് കൈ ചൂണ്ടി. ചൂണ്ടുവിരൽ വിറപ്പിച്ചുകൊണ്ട് ശബ്ദം താഴ്ത്തി പല്ല് കടിച്ചു പറഞ്ഞു, കരഞ്ഞു ഒച്ച വെച്ച് ശരിപ്പെടുത്തി കളയും നിന്നെ ഞാൻ, കൊച്ചു പിശാശേ. അവൾ ശരിക്കും ദേഷ്യപ്പെട്ടതാണോ എന്നറിയാൻ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്താടാ മിഴിച്ചു നോക്കുന്നേ? അവളുടെ ദേഷ്യം കണ്ട് അവൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. കരയൻ ചുണ്ടുകൾ വിതുമ്പി. അയ്യോടാ, കരയല്ലേടാ മുത്തേ എന്ന് പറഞ്ഞ് അവൾ പല്ലെളിച്ചു കാട്ടി. അത് കണ്ട് അവൻ്റെ വിതുമ്പിക്കൊണ്ടിരുന്ന ചുണ്ടുകൾ പെട്ടെന്ന് പുഞ്ചിരിയിലേക്ക് തെന്നിമാറി. അടുത്ത നിമിഷം കണ്ണീരടർന്നു വീഴുകയും ചെയ്തു. ചിരിയും കണ്ണീരും വിതുമ്പലും ഇടകലർന്ന് വരുന്നതിനിടയിൽ വിൻസി അവൻ്റെ അകന്തുടയിൽ ഒരു നുള്ളു വെച്ചു കൊടുത്തിട്ട് എണീറ്റ് സ്ഥലം വിട്ടു. ശൗര്യയുടെ കരച്ചിൽ കേട്ട് കുഞ്ഞന വിൻസിയെ വിളിച്ചു. എന്തിനാടി കൊച്ചു കരയുന്നേ? അമ്മേ, ഞാൻ പെരയ്ക്കകത്തല്ല, പിന്നാമ്പറത്താ, വിൻസി വിളിച്ചു പറഞ്ഞു. കുഞ്ഞന്നെ ചെന്ന് നോക്കുമ്പോൾ ശൗരി ഏങ്ങലടിച്ച് കരയുകയാണ്. എന്തിനാ കരയണേ? നിനക്കെന്നാ പറ്റി? ശൗരി അകന്തുട തൊട്ട് കാണിച്ചു. അവിടെ ചുവന്ന് തിളർത്തിരുന്നു. അയ്യോടാ, ഉറുമ്പ് കടിച്ചോ? സാരമില്ല കേട്ടോ. കുഞ്ഞന്ന അവിടെ തടവി കൊടുത്തു. മതി കരഞ്ഞത്, നിർത്ത്.
കുഞ്ഞെണ്ണ എഴുന്നേറ്റ് പോയി. ശൗരി മുട്ടുകാലിൽ നീന്തി തിണ്ണയിലിറങ്ങി. അവിടെ തിണ്ണയറ്റത്തെ തൂണിനരികെ ചെന്ന് താഴേക്ക് കാലും തൂക്കിയിരുന്നു. കണ്ണീരൊലിച്ച കവിളും മൂക്കിളി ഒലിച്ച മേൽചുണ്ടും പുറം കൈകൊണ്ട് തുടച്ചിട്ട് അവൻ പുറം ലോകത്തെ നോക്കി. സന്തോഷപ്പെടാനായി ഒന്നും തന്നെ അവൻ കണ്ടില്ല. പെട്ടെന്ന് എന്തിനെന്നറിയാതെ അവൻ ഏങ്ങലടിച്ചു. അത് തീരാതെ അവശേഷിച്ച ഏതോ കരച്ചിലിൻ്റെ ബാക്കിയായിരുന്നു. തിണ്ണയിൽ നിന്ന് തനിയെ മുറ്റത്തേക്കിറങ്ങാൻ ഇതുവരെ ശൗര്യക്കുട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. തറനിരപ്പിൽ നിന്ന് 2 അടിയോളം ഉയർന്നാണ് തിണ്ണ. മുറ്റത്തേക്കിറങ്ങാൻ ശൗരി തൻ്റേതായ നിലയിൽ പല അഭ്യാസങ്ങളും കാണിച്ചിട്ടുണ്ട്. ഒരു തവണ കാല് രണ്ടും തിണ്ണയ്ക്ക് താഴേക്ക് തൂക്കിയിട്ട് നിരങ്ങി നോക്കി. അത് ഏറെക്കുറെ വിജയിച്ചുവെന്ന് തോന്നിയ ഘട്ടത്തിൽ ശൗരി തിണ്ണയിലെ പിടുത്തം വിട്ട് ഊർന്ന് മുറ്റത്തേക്ക് കമഴ്ന്നടിച്ചു വീണു. മൂക്കും താടിയും മണ്ണിൽ ചെന്നിടിച്ചു. ശൗരിയുടെ കണ്ണിൽ ആകാശവും ഭൂമിയും ഇരുണ്ടു. ശൗരി തൊള്ള കീറി ഒറ്റ കരച്ചിൽ. എന്നതാടി കൊച്ചു കരയണല്ലോ? കുശിനിയിൽ നിന്ന് കുഞ്ഞെന്ന വിളിച്ചു ചോദിച്ചു. അതിനെപ്പോഴും മോങ്ങാനല്ലേ നേരമുള്ളൂ? വിൻസി ചെന്ന് നോക്കിയപ്പോൾ ശൗരി മണ്ണിൽ വീണ് കിടന്ന് ആകാശം നോക്കി അലറുകയാണ്. അവിടെ കിടന്ന് കരയട്ടെ എന്ന് കരുതി വിൻസി നോക്കി നിന്നു. കരച്ചിൽ നിൽക്കുന്നില്ലെന്ന് കണ്ട് കുഞ്ഞെന്ന വന്ന് നോക്കി. എടി, കൊച്ചു മുറ്റത്ത് വീണല്ലോടി. കുഞ്ഞെന്ന പരിഭ്രാന്തിയായി. ആ, വീണ്. അതിനെ പിടിച്ചെണീപ്പിച്ച് വല്ലതും പറ്റിയോന്ന് നോക്കാനുള്ളതിന് വായും തുറന്ന് നോക്കി നിൽക്കുവാണോ? അതിനോടാരെ പറഞ്ഞു മുറ്റത്ത് വീഴാൻ? കുഞ്ഞുങ്ങളായ അടങ്ങിയിരിക്കണം. കുഞ്ഞെന്ന ഇറങ്ങിച്ചെന്ന് ശൗരിയെ വാരിയെടുത്ത് കുടഞ്ഞു. അതിൻ്റെ ചുണ്ടിലും വായിലുമെല്ലാം മണ്ണ്. ആ, പോട്ടെ, സാരമില്ല. എൻ്റെ ശൗരിക്കുട്ടി കരയണ്ടാട്ടോ. അമ്മാമ്മച്ചി എൻ്റെ മോന് കാറ്റാടി ഉണ്ടാക്കി തരാലോ. പിടിച്ചു നിർത്തിയ പോലെ ശൗരിയുടെ കരച്ചിൽ നിന്നു. കാറ്റാടി അവന് പ്രിയപ്പെട്ട കളിപ്പാട്ടമാണ്. അമ്മാമ്മച്ചി തെങ്ങോല കൊണ്ട് വല്ലപ്പോഴും കാറ്റാടി ഉണ്ടാക്കി അവന് കൊടുക്കാറുണ്ട്. പടിഞ്ഞാറ് കടൽപ്പരപ്പിന് മീതെ കൂടി വീശി വരുന്ന കാറ്റിനെതിരെ ഈർക്കിളിൽ കൊരുത്ത കാറ്റാടി നീട്ടിപ്പിടിക്കും. ശൗരി അപ്പോൾ ആ കാറ്റാടി കറങ്ങിത്തുടങ്ങും. അമ്മാമ്മച്ചി കാറ്റാടി ഉണ്ടാക്കി കൊടുക്കുമെങ്കിൽ അവൻ കമിഴ്ന്നടിച്ചുള്ള ആ വീഴ്ചയുടെ വേദനയും സങ്കടവും എല്ലാം മറക്കാൻ തയ്യാറാണ്. കുഞ്ഞെന്ന അവൻ്റെ വായും മുഖവും നല്ലപോലെ കഴുകി വായിലെ മണ്ണ് തുപ്പിക്കളയിച്ചു. ചുണ്ട് അല്പം പൊട്ടി ചോര പൊടിയുന്നുണ്ടായിരുന്നു. എന്നാ വീഴ്ചയാ കൊച്ചേ നീ വീണത്? എത്ര തവണ പറഞ്ഞിട്ടുണ്ട് തിന്നാടെ വെളുമ്പത്ത് പോയി നിൽക്കല്ലെന്ന്. കേൾക്കത്തില്ല. അവനെ ശാസിച്ച് പിന്നാമ്പുറത്തേക്ക് തുറന്നിട്ട വാതിലിൻ്റെ പടിയിൽ കൊണ്ടുചെന്നിരുത്തിയിട്ട് കുഞ്ഞെന്ന വേറെ പണിക്ക് പോയി. എല്ലാ വേദനയും സഹിച്ച് കാറ്റാടി കിട്ടുമല്ലോ എന്ന് കരുതി ശൗരി കാത്തിരുന്നു. കുഞ്ഞെന്ന ടീ ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്ന കരിപ്പാത്രങ്ങൾ പിന്നാമ്പുറത്തിട്ട് തേച്ച് കഴുകുകയാണ്. ശൗരി കുറേ നേരം കാത്തു. പിന്നെ ഏത് സ്ഥായിലാണോ കരച്ചിൽ നിർത്തിവെച്ചത് അതേ സ്ഥായിൽ നിന്ന് തന്നെ പുനരാരംഭിച്ചു. കുഞ്ഞെന്ന തല തിരിച്ചു നോക്കിയപ്പോൾ ശൗരി ഇപ്പോൾ നിലത്ത് വീണ മട്ടിൽ ഇരുന്ന് കരയുന്നു. ഇതെന്താണ് സ്വിച്ചിട്ട പോലെ? കുഞ്ഞെന്നയ്ക്ക് ആദ്യം കാര്യം മനസ്സിലായില്ല. കാറ്റാടിയുടെ കാര്യം അവർ മറന്നുപോയി. ശൗരിക്കാണെങ്കിൽ അത് പറയാനുള്ള ഭാഷയും വശമായിട്ടില്ല. അവൻ കണ്ണീർ തുളുമ്പിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. ആ, അവിടെ ഇരുന്ന് കരയ്. കുഞ്ഞെന്ന ശൗര്യക്കുട്ടിയെ അവൻ്റെ പാട്ടിന് വിട്ട് തൻ്റെ പണിയിൽ മുഴുകി. ശൗര്യക്കുട്ടിയുടെ രണ്ടാമത്തെ പരിശ്രമം 2 ആഴ്ചയ്ക്ക് ശേഷമായിരുന്നു. ഒരു കാൽ തിണ്ണയിൽ വെച്ച് കമിഴ്ന്നു കിടന്ന് മറ്റേ കാൽ മുറ്റത്തേക്ക് തൂക്കിയിട്ട് തുഴഞ്ഞു നോക്കി. എത്തുന്നില്ല. അല്പം കൂടി ഓർന്ന് കാൽ മണ്ണിലെത്തിക്കാൻ പാദം കൊണ്ട് വായുവിൽ ചുരമാന്തി. എന്നിട്ടും എത്തുന്നില്ല. മറ്റേ കാൽ തിണ്ണയ്ക്ക് മീതെ ഉടക്കി നിൽക്കുകയാണ്. ശൗരി തിരിച്ചു കയറാൻ ശ്രമിച്ചിട്ട് സാധിക്കുന്നില്ല. ബാലൻസ് പോയി തിണ്ണയിൽ അള്ളിപ്പിടിച്ച കൈ രണ്ടും ഊർന്നൂർന്നു പോരുന്നു. മുക്കലും മൂളലും ഞരങ്ങലും കേട്ട് വിൻസി വന്ന് നോക്കുമ്പോൾ ശൗരി താഴോട്ടും വയ്യ മേലോട്ടും വയ്യാതെ കുടുങ്ങിയ അവസ്ഥയിലാണ്. സകല കരുത്തുമെടുത്ത് തിണ്ണയിൽ അള്ളിപ്പിടിപ്പിക്കുന്നുമുണ്ട്. വിൻസിയെ അവൻ ദയനീയമായി നോക്കി. ഒരു കൈ സഹായിച്ചാൽ അവൾക്ക് പിടിച്ചു കയറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ അവൾ കണ്ട് രസിക്കുകയാണ്. ഇപ്പം വീഴും, ഇപ്പം വീഴും, വീഴട്ടെ വീഴട്ടെ. വിൻസി അവൻ്റെ മനസ്സിടിച്ചു താഴ്ത്തി. കണ്ണ് നിറഞ്ഞ് ഞരങ്ങിക്കരഞ്ഞ് അവസാനത്തെ നാരും വേര് പിഴുതു വീഴുന്ന ചെടി പോലെ കൈകളൂർന്ന് ശൗരി മുറ്റത്തേക്ക് മലർന്നടിച്ചു വീണു. ഇത്തവണ ആകാശം ഇരുണ്ടുപോയില്ല. വായിൽ മണ്ണ് കയറുകയോ ചുണ്ടുപൊട്ടുകയോ മൂക്ക് ചതയുകയോ ചെയ്തില്ല. ശൗരി 2-4 നിമിഷം ആകാശം നോക്കി അങ്ങനെ കിടന്നു. ശൗരി കരയുന്നുണ്ടോ എന്ന് വിൻസി കാത്തു. ഇല്ല, കരച്ചിലില്ല. അവൾ മുറ്റത്തേക്കിറങ്ങി ഒരു വടി ഒടിച്ചിട്ട് ഒറ്റ കൈയിൽ ശൗരിയെ തൂക്കിയെടുത്തു. എന്നിട്ട് ഇളം തുടയിൽ 2 അടി വെച്ചു കൊടുത്തു.
നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് മുറ്റത്തോട് ഇറങ്ങല്ലേ ഇറങ്ങല്ലേ വീഴുന്ന്. അനുസരണക്കേട് അല്ലേടാ, അത് കൊള്ളത്തില്ലല്ലോ. വിൻസി ശൗര്യയെ മാത്രമല്ല തല്ലുന്നത്, കാരയ്ക്കാട്ട് സൈമൺ തരകനെ കൂടിയാണ്. കാരയ്ക്കാട്ട് ബംഗ്ലാവിൽ വസിക്കുന്ന സകല മനുഷ്യരെയുമാണ്. കടലിൽ അപ്രത്യക്ഷനായ അവളുടെ പ്രിയപ്പെട്ട ആഞ്ചലോച്ചായൻ്റെ വിധവയെയും കൂടി അവൾ 2 അടിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അടി കിട്ടിയതും ശൗരി പുളഞ്ഞു കരഞ്ഞു. അപ്പോഴും കുഞ്ഞന്ന ഓടിയെത്തി. എന്തിനാണ് ഈ കൊച്ചു കരയുന്നേ? പറഞ്ഞാൽ കേൾക്കത്തില്ല നശൂലം. തിന്നേന്ന് ഇറങ്ങല്ലേ ഇറങ്ങല്ലേന്ന് എത്ര തവണ പറഞ്ഞതാ. ഇപ്പം ദേ തലകുത്തി താഴെ വീണു. കടിക്കുന്ന ഉറുമ്പുകളെ തൂത്തുകളയും പോലെ ശൗരി പുറന്തുട രണ്ടും തിരുമ്മിക്കൊണ്ടാണ് കരച്ചിൽ. കുഞ്ഞന്ന വന്നു നോക്കിയപ്പോൾ തുട രണ്ടിലും വടിയുടെ പാട് തിണർത്ത് കിടപ്പുണ്ട്. നീ എന്തൊരടിയാ വിൻസി കൊച്ചിനെ അടിച്ചത്? നിനക്കെത്രയ്ക്ക് മനസാക്ഷി ഇല്ലേടി? ആ, എനിക്ക് മനസാക്ഷി ഇത്തിരി കുറവാ. നീ കല്യാണം കഴിച്ച് കൊച്ചുണ്ടാവുമ്പോൾ ആരെങ്കിലും അതിനെയും പിടിച്ച് തല്ലും കേട്ടാ? ഇതിനൊന്നും മറുപടി കിട്ടാന്ന് ഭൂമിന്ന് പോവത്തില്ല. കുഞ്ഞന്ന മുന്നറിയിപ്പ് കൊടുത്തു. അവർ ശൗര്യക്കുട്ടിയുടെ തുടയിലെ പാടുകളിൽ തടവിക്കൊടുത്തു. എന്നിട്ട് പതിവ് പോലെ പറഞ്ഞു, അമ്മാമ്മച്ചി എൻ്റെ ശൗര്യക്കുട്ടിക്ക് കാറ്റാടി ഉണ്ടാക്കി തരാലോ, കരയണ്ടാട്ടോ. ശൗരി അപ്പോഴും അത് വിശ്വസിച്ചു കരച്ചിൽ നിർത്തി. ആർത്തുങ്കൽ പള്ളി പെരുന്നാളിന് കൊടിയേറി. കേരളക്കരയിലെമ്പാട് നിന്നും പെരുന്നാൾ കൂടാൻ ആളുകൾ എത്തുന്നുണ്ട്. ദൂരദേശങ്ങളിൽ നിന്ന് വരുന്നവർ ആലപ്പുഴയ്ക്കും ചേർത്തലയ്ക്കും ഇടയ്ക്ക് ബന്ധുക്കളോ പരിചയക്കാരോ ഉണ്ടെങ്കിൽ അവരുടെ വീടുകളിൽ താമസിച്ചുകൊണ്ടാണ് പെരുന്നാൾ ആഘോഷിക്കുക. ഒരു പരിചയവുമില്ലെങ്കിൽ പോലും ആർത്തുങ്കൽ നിവാസികൾ തീർത്ഥാടകരെ തങ്ങളുടെ വീടുകളിലേക്ക് അതിഥികളായി സ്വീകരിക്കാറുണ്ട്. റെജീന ഒരു ദിവസം മുമ്പ് തന്നെ ആഞ്ചലോസിൻ്റെ വീട്ടിലെത്തി. റെജീന കുട്ടികൾക്ക് മിഠായി വാങ്ങിക്കൊണ്ടാണ് വന്നത്. വന്നയുടനെ അത് ജാനറ്റിനും ഡെന്നിച്ചനും വീതിച്ചു കൊടുത്തു. നീ ആ ഇളയ കൊച്ചിന് കൊടുത്തില്ലല്ലോ റെജീനെ. കുഞ്ഞന്നയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ആ, ഞാനതിന് കണക്ക് കൂട്ടിയിട്ടില്ല. റെജീന പിറുപിറുത്തു. അത് നിന്റെ ചേച്ചി പെറ്റ സന്തതി തന്നല്ലേ, പിന്നെന്താ ഒരു വേർകൃത്യം? ഞാനതിനെ അങ്ങനെ കണ്ടിട്ടില്ല. റെജീനെ, കുഞ്ഞുങ്ങളുടെ മനസ്സ് നൊന്താ നിനക്ക് തന്നെയാ ദോഷം. എനിക്കൊരു ദോഷവും വരാനില്ല. അവളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കുഞ്ഞന്നയ്ക്ക് അറിയാം. ഈ വീട്ടിൽ വന്നപ്പോഴൊന്നും റെജീന ശൗര്യയെ പരിഗണിച്ചിട്ടില്ല. എമിലി കടപ്പുറത്തെ ടീ ഷോപ്പിലാണ്. അതാണ് ആ കുടുംബത്തിൻ്റെ ഒരേയൊരു വരുമാന മാർഗം. മുളയും പൈപ്പ് കഷ്ണങ്ങളും കൊണ്ട് തൂണും മേൽക്കൂരയും ഉണ്ടാക്കി നീല ടാർപോളിനിട്ട് മേഞ്ഞു മറച്ച ആ ടീ ഷോപ്പ് മോശമായ കാലാവസ്ഥയുടെ ആദ്യ സൂചനയിൽ തന്നെ നിലംപൊത്തും. ശക്തമായ കാറ്റും മഴയും ഉണ്ടായേക്കും എന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് കിട്ടിയാൽ ഉടൻ എമിലിയും കുഞ്ഞനെയും കൂടി ടാർപോളിൻ ഷീറ്റുകൾ അഴിച്ചുമാറ്റും. അല്ലെങ്കിൽ കാറ്റടിച്ച് അത് കീറിപ്പോകാൻ സാധ്യതയുണ്ട്. കടലിൽ പണിക്ക് പോകുന്നവർക്കും പണി കഴിഞ്ഞു വരുന്നവർക്കും ചായയും പലഹാരങ്ങളും എമിലിയുടെ കടയിൽ കിട്ടും. സഹായത്തിന് കുഞ്ഞന്ന മാത്രമേ ഉള്ളൂ. മീൻ വാങ്ങാൻ വരുന്നവരും എമിലിയുടെ കടയിൽ നിന്ന് ചായ കുടിക്കാറുണ്ട്. റെജീന വന്ന വിവരം കുഞ്ഞന്ന തന്നെയാണ് എമിലിയെ അറിയിച്ചത്. എമിലി ടീ ഷോപ്പ് കുഞ്ഞനയെ ഏൽപ്പിച്ച് വീട്ടിലേക്ക് പോയി. ജാനറ്റും ഡെന്നിച്ചനും മിഠായി കിട്ടിയ സന്തോഷത്തിൽ തിണ്ണയിലിരുന്ന് അത് തിന്നുന്നുണ്ടായിരുന്നു. ശൗരി കൊതിയോടെ അത് നോക്കി അല്പം മാറിയിരിപ്പുണ്ട്. അകന്നിരിക്കുന്നത് കൊണ്ടാണ് തനിക്ക് മിഠായി കിട്ടാത്തതെന്ന് കരുതി ശൗരി മുട്ടുകാലിൽ നീന്തി ജാനറ്റിൻ്റെയും ഡെന്നിച്ചൻ്റെയും അരികെ വന്നിരുന്നു. എന്നിട്ട് കൊതിയോടെ അവരെ മാറി മാറി നോക്കി. ജാനറ്റും ഡെന്നിച്ചനും മിഠായിയുടെ വർണ്ണക്കടലാസ് പൊതി തുറക്കുമ്പോൾ ശൗര്യയുടെ വായിൽ വെള്ളം മുറുന്നുണ്ട്. ഇത്തവണ അതിലൊരെണ്ണം തനിക്ക് തരും എന്ന് വിചാരിച്ച് അവൻ അവരെ നോക്കി. ഇടത് കൈയിൻ്റെ ചൂണ്ടുവിരൽ വായിൽ വെച്ച് ചിരിച്ചു കാണിക്കും. കൊതിയൻ്റെ നോട്ടം കണ്ടാ? ഡെന്നിച്ചൻ അത് കാണുന്നുണ്ട്. എന്നിട്ട് ജാനറ്റിനോട് പറയുകയാണ്, ചേച്ചി അവന് മിഠായി കൊടുക്കല്ല്. ജാനറ്റും അത് കാണുന്നുണ്ട്. ഡെന്നിച്ചൻ ഓരോ മിഠായിയുടെയും വർണ്ണക്കടലാസ് അഴിച്ചിട്ട് ആ മിഠായി ശൗര്യയെ കാണിക്കും. ശൗര്യ കൊതി പൂണ്ട് നോക്കുമ്പോഴേക്കും അവനത് വായിലിടും. എമിലി വന്ന് നോക്കുമ്പോൾ ഇതാണ് കാഴ്ച. എമിലിയെ കണ്ടതും ശൗര്യയ്ക്ക് എന്തെന്നില്ലാത്ത സങ്കടം വന്നു. എൻ്റെ മോന് മുട്ടായി കിട്ടിയില്ലേടാ എന്ന് എമിലി ചോദിച്ചതേയുള്ളൂ. അവൻ വിങ്ങി വിതുമ്പി ഒറ്റ കരച്ചിൽ. എമിലി ശൗര്യക്കുട്ടിയെ വാരിയെടുത്തു. എന്നിട്ട് ജാനറ്റിനോട് പറഞ്ഞു, ശൗര്യക്കുട്ടിക്ക് മുട്ടായി കൊടുത്തില്ലേടി? ഇല്ലെന്ന് ജാനറ്റ് തലയാട്ടി. ഒരെണ്ണം കൊടുക്കടി. തീർന്നുപോയി, ജാനറ്റ് പറഞ്ഞു. ഡെന്നിച്ചൻ്റെയും ജാനറ്റിൻ്റെയും ചുറ്റിലും ഒഴിഞ്ഞ മിഠായി കടലാസുകളാണ്. ഈ കുഞ്ഞ് വായി നോക്കിയിരുന്നിട്ട് ഒരെണ്ണം പോലും കൊടുക്കാൻ തോന്നിയില്ലല്ലോടി ദുഷ്ടത്തി. എമിലി ജാനറ്റിൻ്റെ ചെവി പിടിച്ച് തിരുമ്മി വിട്ടു. ജാനറ്റ് കെറിവിച്ചകത്തേക്ക് കയറിപ്പോയി. എമിലി ഡെന്നിച്ചനെ നോക്കി. ഇവിടെ വാടാ. വേണ്ട,
അവൻ അപ്പോൾ തന്നെ ഓടിക്കളഞ്ഞു. എമിലിയുടെ കയ്യിൽ നിന്ന് ശൗരി തിണ്ണയിലേക്ക് ഊർന്നിറങ്ങി. ഓരോ മിഠായി കടലാസും എടുത്തു നോക്കി. അതിലൊന്നുമില്ലെന്ന് കണ്ട് മുറ്റത്തേക്കിട്ടു. എന്നിട്ട് എല്ലാവരോടും പിണങ്ങിയ മട്ടിൽ വാതിലിൻ്റെ കട്ടിളപ്പടിയിൽ പോയിരുന്നു. എമിലി കയ്യിലുണ്ടായിരുന്ന 2 നനഞ്ഞ തോർത്തുകൾ മുറ്റത്തെ അഴയിലേക്ക് വിരിച്ചിട്ടു. റെജീന വീട്ടിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്നു. ചേച്ചി ഇങ്ങ് വന്നായിരുന്നോ? ഞാൻ കടപ്പുറത്തേക്ക് വരാൻ പോകുമായിരുന്നു. റെജീന കുശലം പറഞ്ഞു. എമിലി അനുജത്തിയെ രൂക്ഷമായി നോക്കി. ചേച്ചി എന്താ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കണ്? ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ? നീയാണോടി ആ പിള്ളേർക്ക് മിഠായി വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുത്തത്? അതെ, അതിനെന്താ? ആ ശൗരിക്കുട്ടിക്ക് ഒരു മിഠായി കൊടുക്കാൻ നിനക്ക് തോന്നിയോടി? അതില്ലേടി ഏറ്റവും ഇളയത്? അല്ല, ഡെന്നിച്ചന. റെജീന മുഖം വീർപ്പിച്ച് പറഞ്ഞു. ഡെന്നിച്ചനാ? നിനക്കെന്താ പ്രാന്താ? ഡെന്നിച്ചന് വയസ്സ് 2 പോണ്. 9 മാസേ ആയിട്ടുള്ളൂ ശൗരിക്കുട്ടിക്ക്. എൻ്റെ കണക്കിൽ എമിലി ചേച്ചിക്ക് 2 കുട്ടികളെ ഉള്ളൂ, ജാനറ്റും ഡെന്നിച്ചനും മാത്രം. നീ ഒരു നേഴ്സല്ലേടി, നിനക്കിങ്ങനെ വേർതിരിവ് കാണിക്കാൻ കൊള്ളുവാ? ഞാനൊരു നേഴ്സായതുകൊണ്ടാ പറഞ്ഞത്. എനിക്കറിയാം. നിനക്കെന്തറിയാന്നാ പറഞ്ഞുകൊണ്ട് വരുന്നേ? ആ ഇരിക്കുന്ന ശൗരിക്കുട്ടി ചേച്ചിയുടെ മോനല്ലെന്ന്. എൻ്റെ മോനല്ലെന്നോ? എമിലി അമ്പരന്നു. ആ, അല്ലെന്ന് തന്നെയാ പറഞ്ഞത്. പിന്നെ ആരുടെ മോനാടി ശൗരിക്കുട്ടി? കാരക്കാട്ട് സൈമൺ തരകൻ്റെ. അയാളുടെ വീട്ടിൽ വളരേണ്ടവനായിവൻ, റെജീന അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. എമിലി അന്തം വിട്ട് റെജീനയെ നോക്കി. അടുത്ത ഭാഗം നാളെ.